ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ ഉച്ചക്കേൽക്കുള്ള ഫുഡിനുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തും ഏതും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാതെ കുറച്ചൊക്കെ നമ്മൾ വീട്ടമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവൊക്കെ ഒന്ന് ചുരുക്കാനായിട്ട് പറ്റുമല്ലേ. കുറച്ച് ചക്കക്കുരു, 5-6 ചക്കക്കുരുവാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ചക്കച്ചുള വന്നപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയതാണ്. അതും പിന്നെ നമ്മുടെ ചുക്രുമാനി സ്റ്റീരിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മെഴുക്ക് പുരട്ടി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു ഞാൻ കുക്കറിലാണ് അടിച്ചത്. അതിന് ശേഷം അതിൽ ലേശം വെള്ളം ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്ത് ചീര അരിഞ്ഞും കഴിഞ്ഞ് അതിലങ്ങോട്ട് ഇടാണ് കേട്ടോ. ആ ഒരു ആവി കൊള്ളുമ്പോഴേക്കും അത് ശരിയായിക്കോളും. അതിന് ശേഷം കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ തൊടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനായിട്ട് കിട്ടൂലേ. എല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കാശ് കൊടുത്ത് വാങ്ങണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് നമ്മുടെ എന്താ പറയുക, ചിലവ് ചുരുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ആ ഒരു വരുമാനം കൂട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ശ്രദ്ധ വെക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കണം അല്ലേ. അതായത് പൂച്ചെടികൾ മാത്രമല്ലാണ്ട് ഒരു 4 കടയെങ്കിലും നമ്മൾ പച്ചമുളക് തൈകളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകൊന്നും കാശ് കൊടുക്കാതെ മേടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പച്ചക്കറികളൊക്കെ കേട്ടോ. ഈ മഞ്ഞ് സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടരുന്ന പച്ചക്കറികളിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവും. കോവയ്ക്ക, അതുപോലെ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് ഈ മഞ്ഞ് സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ ഭാഗത്തുള്ള പ്ലാവിലാണെങ്കിൽ ചക്ക പൊടിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വാഴക്കൊല നല്ല മൂത്ത് വരുന്നുണ്ട് കേട്ടോ. പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും നോക്കും കേട്ടോ, ഒടിഞ്ഞെങ്ങാനും വീണിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കും. നമ്മൾ അലക്കാനായിട്ട് അലക്കല്ലിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാലും പൂക്കളും ചെടികളും കാണുമ്പോഴൊക്കെ ഉള്ളിലൊരു ഭയം കൂടിയുണ്ട് കേട്ടോ. വെള്ളം എത്ര നാൾ നനയ്ക്കാനുണ്ടാവും എന്നറിയില്ലല്ലോ. അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെയാണ് ഓർമ്മ വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടിയിലാണെങ്കിൽ നല്ല മാലമുത്ത് പോലെയുള്ള ഇങ്ങനെ പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മുത്ത് പോലെ തന്നെയുണ്ട് എന്ന് ഞാനിങ്ങനെ പറയും കേട്ടോ അത് കാണുമ്പോൾ. അപ്പോൾ വിവിധതരം പൂക്കളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഇപ്പോൾ നമ്മൾ മീറ്റും ഫിഷും ഒക്കെ വെച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് സലാഡെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റൂലേ. അതുപോലെ തന്നെയാണ് ചീരകൾ പല ടൈപ്പ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു 5 സാധനം വാങ്ങാനായിട്ട് ലിസ്റ്റൊക്കെ ഇട്ട് പോയതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കൂട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണോ അത് സെലക്ട് ചെയ്തും കഴിഞ്ഞ് എഴുതി കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് നോക്കും. അല്ലെങ്കിൽ അപ്പോൾ കാണുന്ന തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടാമെന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് അറിയില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ചിലവാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, മിക്കവാറും അങ്ങനെ ലാവിഷായിട്ട് ചിലവാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തവരായിരിക്കും. വീട്ടിലെ മറ്റുള്ളവരുടെ ജോലി ചെയ്തിരിക്കുന്ന കാശും കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോവുക. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കാശിൻ്റെ വില അങ്ങോട്ട് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഒരു ചെറിയ വരുമാനമെങ്കിലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ അധ്വാനിച്ച് പണം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക, ഈ പണം ചിലവഴിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഇത്ര ജോലി ചെയ്തുണ്ടാക്കിയതല്ലേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണം ആവശ്യമില്ലാതെ ചിലവഴിക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കരുതാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും
എന്തായാലും നമ്മളെല്ലാവരും എന്തായാലും ഒരു ചെറിയ ജോലിയെങ്കിലും സമ്പാദിക്കണം, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും ചിലവഴിക്കാതെ അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ടും നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെക്കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചിലവ് ചുരുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ ആ വക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് എന്തായാലും കാശ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കാശില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടാതെ നമ്മൾ സ്വന്തമായി ജോലി ചെയ്തൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കിയ വരുമാനം അധികം പാഴ്ചെലവൊന്നുമില്ലാതെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എന്തെങ്കിലും പെൻഡിങ് ജോലികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ഭരണിയൊക്കെ കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഉപ്പിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കഴിയുന്നതിന് മുൻപേ തന്നെ നമ്മളതൊക്കെ വാങ്ങി കഴിഞ്ഞ് വീണ്ടും നിറയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നമ്മുടെ പോവില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പാചകത്തിനും മറ്റുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അയ്യോ അത് തീർന്നു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ കുറച്ച് സമയം നമ്മുടെ പോവില്ലേ, അതൊക്കെ അന്വേഷിച്ചും പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ടൈം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർന്നു പോവാതെ, മുഴുവനും തീർന്നു പോവാതെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിറച്ചൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇതിനായിട്ടൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ചെപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണോ കഴിഞ്ഞ് വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഉള്ളി രമേശ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചിക്കിയിട്ടതാണ്. ഇനി നാളെ അതൊന്ന് വെയിലൊന്ന് കൊള്ളിക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മിഠായിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ചെപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിൽ നമുക്ക് പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളികൾ ഇതൊക്കെ തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോക്സിലാക്കി കഴിഞ്ഞിട്ട് അടച്ചും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ആ സമയത്തായിട്ട് നമുക്ക് ഉള്ളിയൊന്നും തൊലി കളഞ്ഞ് നമ്മുടെ ടൈമൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ സമയം നഷ്ടം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പണനഷ്ടം ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പൊട്ട സമയം നല്ല സമയം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാ സമയവും നല്ല രീതിക്ക് കഠിനാധ്വാനം ചെയ്ത് മുന്നേറുകയാണെങ്കിൽ എല്ലാം നല്ല സമയമായിട്ട് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒരു മടിയും ഒന്നും വിചാരിക്കാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ല തിരക്കിട്ട് നമ്മുടെ ജീവിതം നയിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.